بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله سبحانه وتعالى ഇൽമിൻ്റെ ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിത് മൂന്നാമത്തെ ദർസാണ്, റഹബിയയുടെ മൂന്നാമത്തെ ദർസ്. ആദ്യത്തെ രണ്ട് ദർസുകളിൽ മുഖദ്ദിമാത്തും അതേപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളുടെ ഷർത്തുകളും മവാനികളും അസ്ബാബുകളും പിന്നെ ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നുമായിട്ട് അനന്തരം എടുക്കുന്നവരെ സംബന്ധിച്ചും പറഞ്ഞു. ഇനി പറയുന്നത് ബാബുൽ ഫുറൂദിൽ മുഖദ്ദറത്തി ബി കിതാബില്ല, ഖുർആനിൽ പറഞ്ഞ ഓഹരികളാണ്. ഇസ്ലാമിൽ അനന്തരാവകാശികൾക്ക് കിട്ടേണ്ട ഓഹരികൾ എത്രയാണ്? ഖാല അൻ-നാദിമു റഹിമഹുല്ലാഹ് വഅലം ബിഅന്ന അൽ-ഇർഥ നൗആനി ഹുമാ ഫർദുൻ വതഅസീബുൻ അലാ മാ ഖുസിമ فالفرض في نص الكتاب ستة لا فرض في الإرث سواها البتة نصف وربع ثم نصف الربع والثلث والسدس بنص الشرع والثلثان وهما التمام فاحفظ فكل حافظ إمام. ഇതാണ് ബൈത്ത്. വഅലം, നീ അറിയണം. അംർ ഫീലാണ്. വഅലം ബിഅന്നൽ ഇർഥ നൗആനി, എന്തറിയണം? അന്നൽ ഇർഥ, ഇർത്ത് എന്ന് പറഞ്ഞാൽ മാ യത്രുക്കുൽ മയ്യത്ത്, മയ്യത്ത് ബാക്കിയാക്കുന്ന സ്വത്തിനാണ് ഇർത്ത് എന്ന് പറയാം. ആ ഇർത്ത് എന്നുള്ളത് നൗആനി, രണ്ട് വിഭാഗമാണ്. മയ്യത്തിൻ്റെ സ്വത്ത് രണ്ട് രീതിയിലാണ് ഓഹരി വെക്കപ്പെടുന്നത്. ഹുമ, ആ രണ്ടെണ്ണം, ആ രണ്ട് നൗഉകൾ. ഒന്ന് ഫർദുൻ വതഅസീബുൻ. ഒന്നെന്താണ്? ഫർള്. ഫർള് എന്ന് പറഞ്ഞാൽ നിശ്ചിത ഓഹരി. ഫർള് എന്ന് പറഞ്ഞാൽ നിശ്ചിത ഓഹരി. വതഅസീബുൻ, തഅസീബ് എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെടാത്ത ഓഹരി. തഅസീബ് എന്ന വാക്കിൻ്റെ അർത്ഥം അറബിയിൽ അത്തഖ്വിയ എന്നാണ് അർത്ഥം. അത്തഖ്വിയ, ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക. അറബികൾക്കിടയിൽ തഅസീബ് എന്ന പദത്തിന് അതിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർ അൽ ഉസൂലു വൽ ഫുറൂഉ വ ഫുറൂഉൽ ഉസൂൽ, മൂന്നാൾക്കാരാണ്. അസബക്കാരിൽ പെടുന്ന ആൾക്കാർ ഒന്ന് അൽ ഉസൂൽ. ഉസൂൽ എന്ന് പറഞ്ഞാൽ ആരാ? മാതാപിതാക്കൾ മുകളിൽ അങ്ങോട്ട് പോകും. അവരാണ് നമ്മുടെ സംരക്ഷകർ, അല്ലേ? നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാർ അവരാണ്. അസബക്കാർ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ അൽ ഫുറൂ, നമ്മുടെ മക്കൾ. നമുക്ക് പ്രായമായാൽ വാർദ്ധക്യത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും നമുക്ക് സംരക്ഷണം നൽകുന്നതും ഫുറൂ, മക്കളാണ്. ഇനി ഉസൂലും ഫുറൂഉം, ഇത് രണ്ടില്ലെങ്കിലോ ഫുറൂഉൽ ഉസൂൽ, ഉസൂലിൻ്റെ ഫറഉകൾ അഥവാ മാതാപിതാക്കളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാർ, മൂന്ന് വിഭാഗം ആൾക്കാർ. അൽ ഉസൂലു വൽ ഫുറൂഉ വ ഫുറൂഉൽ ഉസൂലി, ഉസൂലിൻ്റെ ഫറഉകൾ, അത് നമ്മുടെ സഹോദരന്മാർ. ഈ മൂന്ന് വിഭാഗം ആൾക്കാർക്കാണ് അറബിയിൽ അസബക്കാർ എന്ന് പറയാം. അത്തഅസീബ്, നമ്മുടെ ബലപ്പെടുത്തുന്നവർ, നമ്മുടെ സംരക്ഷകർ, ഇവരാണ് നമ്മുടെ വലിയായിട്ടൊക്കെ വരിക. അങ്ങനെ രണ്ട് വിഭാഗം. അലാമ ഖുസിമ, ആ മാ അലിഫുൽ ഇത്ലാഖാണ്. അവസാനമുള്ള അലിഫുണ്ടല്ലോ, അത് അലിഫുൽ ഇത്ലാഖാണ്. അലാമ ഖുസിമ, വിഭജിക്കപ്പെട്ട രീതിയിൽ
രണ്ട് വിഭാഗമാണ്. ഈ രണ്ട് രീതിയിലാണ് വാരിസ്യങ്ങൾ സ്വത്തെടുക്കുന്നത്. വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരം എടുക്കുന്ന ആൾക്കാർ, ജീവിച്ചിരിക്കുന്ന ആൾക്കാർ. മുവരിസ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആൾ. വാരിസ് ജീവിച്ചിരിക്കുന്ന ആൾ. മുവരിസ് അനന്തരം കൊടുക്കുന്നവൻ, അതവരാണ് മയ്യത്ത്. മുവരിസ് മയ്യത്ത്, വാരിസ് അനന്തരം എടുക്കുന്നവർ. മൗറൂസ് അല്ലെങ്കിൽ ഇർസ്, ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ സ്വത്ത്. അങ്ങനെ ബാക്കിയുള്ള ക്ലാസ്സിൽ എങ്ങനെ പറയാം? വാരിസ്, മൗറൂസ്, മുവരിസ്. അപ്പോൾ ഈ വാരിസ്യങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന് അഹ്ലുൽ ഫുറൂദ്, നിശ്ചിത കണക്ക് ഓഹരി സ്വീകരിക്കുന്നവർ. അവിടെ ഓഹരി നിശ്ചയിക്കപ്പെട്ട ഓഹരി ആയിരിക്കും, അതിൽ കൂടുതൽ അവർക്ക് കിട്ടൂല, അതിൽ കുറവുണ്ടാവില്ല. രണ്ടാമത്തത് അഹ്ലു തഅസീബ് അൽ മുഅസ്സിബൂൻ, അസബക്കാർ, നിശ്ചയിക്കപ്പെടാത്ത ഓഹരിയുള്ളവർ. അവർക്ക് നിശ്ചിത ഓഹരിയല്ല, ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ കിട്ടും. അങ്ങനെയുള്ള രണ്ട് വിഭാഗം ആൾക്കാരാണ്. നമ്മൾ വാരിസ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. മൊത്തം എത്ര ആൾക്കാരുണ്ട്? ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ അനന്തരം എടുക്കുന്ന വാരിസ്യങ്ങൾ 25. 10 പെണ്ണും 15 ആണും. ബൈത്തിൽ എത്ര ഉണ്ടാവില്ല, ബൈത്തിൽ നമ്മൾ പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഫറൈ ചേർത്തിട്ടുണ്ട്. ആ 25 ആൾക്കാരിൽ കുറേ ആൾക്കാർ അഹ്ലുൽ ഫുറൂദാണ്, ഫർദിൻ്റെ ഓഹരി മാത്രം കിട്ടുന്നവർ. ആരൊക്കെയാണത്? ഒന്ന് അധികോ അഹ്ലുൽ ഫുറൂദ്. വാരിസ്യങ്ങളിൽ അഹ്ലുൽ ഫുറൂദ് ആരൊക്കെയാണ്? അസ്സൗജു വസ്സൗജത്തു. ഒന്ന് സൗജ്, 2 അസ്സൗജത്തു, 3 അൽ ഉമ്മു, 4 ഉമ്മുൽ ഉമ്മ്, 5 ഉമ്മുൽ അബ്, 6 അഹും ലി ഉമ്മ്, അഹുൻ ലി ഉമ്മ്, 7 ഉഖ്തുൻ ലി ഉമ്മ്. ഈ 7 വിഭാഗം ആൾക്കാരാണ് അഹ്ലുൽ ഫുറൂദ്. ഇവർക്ക് ഫർദ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഓഹരി എത്രയാണോ അത് മാത്രം. വേറൊരു വിഭാഗമുണ്ട്, അവർ ഫർദുകാർ. ചില സന്ദർഭങ്ങളിൽ ഫർദുകാരായിരിക്കും, മറ്റ് ചില സന്ദർഭങ്ങളിൽ അസബക്കാരായിരിക്കും. ആരൊക്കെയാണത്? ഒന്ന് ബിന്തുൻ. ബിന്ത് അഹ്ലുൽ ഫുറൂദ് ആകുന്ന സമയമുണ്ട്, അസബക്കാരനാകുന്ന സമയമുണ്ട്. ബിന്തുൻ. 2 ബിന്തുൽ ഇബ്നി, 3 ഷഖീഖത്തുൻ, 4 ഉഖ്തുൻ ലി അബ്. 4 വിഭാഗം ആൾക്കാർ. ഈ 4 ആൾക്കാർ രണ്ടുമാണ്. ചില സന്ദർഭങ്ങളിൽ അഹ്ലുൽ ഫുറൂദ് ആയിരിക്കും, ചില സന്ദർഭങ്ങളിൽ അസബക്കാരായിരിക്കും. ഇപ്പോൾ 2 വിഭാഗമായില്ലേ? അഹ്ലുൽ ഫുറൂദ് മാത്രം ഒരു വിഭാഗം, 7 ആൾക്കാർ. രണ്ടാമത്തേത് അഹ്ലുൽ ഫുറൂദാണ്, അഹ്ലുൽ അസബയാണ്, രണ്ടും മാറി മാറി വരും, 4 ആൾക്കാർ. മൂന്നാമത്തെ ഒരു വിഭാഗം 3ആണ്. ചില സന്ദർഭങ്ങളിൽ അസബക്കാരനാകും, മറ്റു ചില സന്ദർഭങ്ങളിൽ ഫുറൂദുകാരൻ മാത്രമാകും, മറ്റൊരു സന്ദർഭത്തിൽ അസബയും ഫർദും രണ്ടും ഒന്നിച്ചും കിട്ടും. അങ്ങനത്തെ 2 ആൾക്കാരാണ്. ഒന്ന് അബ്, പിന്നെ 2 അബുൽ അബ് അഥവാ ജദ്, ജദ്ദുൻ സഹീഹ്. ജദ്ദുൻ സഹീഹ് എന്ന് പറഞ്ഞാൽ അബുൽ അബ്. ജദ്ദുൻ ഫാസിദ് എന്ന് പറഞ്ഞാൽ അബുൽ ഉമ്മ്, ഉമ്മാൻ്റെ ഉപ്പ. ഉമ്മാൻ്റെ ഉപ്പാക്ക് സ്വത്തുണ്ടോ? ഇല്ല. ജദ്ദുൻ ഫാസിദിന് സ്വത്തില്ല. നമ്മൾ ഞാൻ വിദ്യാർത്ഥികളാണ്ടാണ് ഇങ്ങനെ പൂർണ്ണമായിട്ട് പറയുന്നത്. കാരണം ചില ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, പഴയ മുൻകാലഘട്ടക്കാരുടെ സലഫുകളുടെ കിതാബുകൾ പരിശോധിച്ചാൽ എന്താ പറയുക? ജദ്ദുൻ സഹീഹ് എന്ന് പറയും, അല്ലെങ്കിൽ ജദ്ദുൻ ഫാസിദ് എന്നാ പറയാം. അപ്പോൾ ഇത് ഇസ്തിലാഹാത്തുകൾ മനസ്സിലാക്കണം. ജദ്ദുൻ സഹീഹ് എന്ന് പറഞ്ഞാൽ അബുൽ അബ്, വാരിസാണ്. ജദ്ദുൻ ഫാസിദ് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ അബ്, അബുൽ ഉമ്മ്, അബുൽ ഉമ്മയുടെ വാപ്പ. ജദ്ദുൻ ഫാസിദാണ്, അത് ബന്ധമല്ല, വാരിസല്ല, റഹിമാണ്, കുടുംബബന്ധാണ്, പക്ഷെ വാരിസല്ല.
അപ്പം മൂന്നും ഒന്നിച്ച് കിട്ടുന്ന ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ ഫറദുകാർ മാത്രമാണ്, മറ്റു സന്ദർഭത്തിൽ അസബക്കാർ മാത്രമാവും, മറ്റു സന്ദർഭത്തിൽ ഒരേ മസ്അലയിൽ തന്നെ ഫറദും ആവും അസബയാവും. ആരൊക്കെയാണ്? അബ്, 2 അബുൽ അബ്, ജദ്ദുൻ സഹീഹ്. ഇപ്പം 3 വിഭാഗമായില്ലേ. 4ാമത്തെ വിഭാഗം അഹ്ലുൽ അസബ അൽ മുഅസ്സിബൂൻ, അസബക്കാർ മാത്രമാകുന്നവർ. അത് ബാക്കിയുള്ള ആണുങ്ങൾ ആരൊക്കെയാണ്? ഇബിന്, 2 ഇബിനുൽ ഇബിൻ, മകൻ്റെ മകൻ, 3 ഷഖീഖുൻ, 4 അഖുൻ ലി അബ്, ഉപ്പയൊത്ത സഹോദരൻ, 5 ഇബ്നുൻ ഷഖീഖ്, ഷഖീഖിൻ്റെ മകൻ, ഷഖീഖായ സഹോദരൻ്റെ മകൻ, 6 ഇബ്നു അഖിൻ ലി അബ്, ഉപ്പയൊത്ത സഹോദരൻ്റെ മകൻ, 7 അമ്മുൻ ഷഖീഖ്, 8 അമ്മുൻ ലി അബ്, 9 ഇബ്നു അമ്മിൻ ഷഖീഖ്, 10 ഇബ്നു അമ്മിൻ ലി അബ്, 11 അൽ മുഅ്തിഖു, 12 അൽ മുഅ്തിഖത്തു. ഒറ്റൊരു പെണ്ണ് മാത്രമേ എന്തായാലും ഈ അസബക്കാരിൽ പെടുള്ളൂ. ആരാണ്? മുഅ്തിഖത്ത്, അടിമ മോചിപ്പിച്ച പെണ്ണ്, സ്ത്രീ. അപ്പോൾ ഈ 12 ആൾക്കാരാണ് അൽ മുഅസ്സിബൂൻ. ഇവർ അസബക്കാരാണ്. ഇവർക്ക് ഖുർആനിലോ ഹദീസിലോ നിശ്ചിത ഓഹരി പറയപ്പെട്ടിട്ടില്ല. ഇവർക്ക് എങ്ങനെ കിട്ടുക? ഇവർ ഒറ്റക്കാണെങ്കിൽ സമ്പത്ത് ഫുൾ അവർക്ക് കിട്ടും. ഇവരുടെ കൂടെ അഹ്ലുൽ ഫുറൂദ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുള്ള ബാക്കി സ്വത്ത് ഇവർക്ക് കിട്ടും. പക്ഷെ അത് അടുത്ത പാഠത്തിൽ വരും. അപ്പോൾ ഇതാണ് 2 വിഭാഗം ആൾക്കാർ, 2 വിഭാഗം ഓഹരികൾ. 1 ഫർദുൻ, 2 തഅസീബുൻ. ഇനി ഫൽ ഫർദു ഫീ നസ്സിൽ കിതാബി 6. ഫൽ ഫർദു ഓഹരി, ഫീ നസ്സിൽ കിതാബി ഖുർആനിൽ പറയപ്പെട്ട ഓഹരി 6 6 അപ്പോൾ എന്നെ വിശദീകരിക്കുന്നത് അഹ്ലുൽ ഫുറൂദിനെ സംബന്ധിച്ചാണ്. അസബൻ്റെത് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ വരും. ഖുർആനിൽ പറയപ്പെട്ട 6 ഓഹരികൾ. ലാ ഫർള ഫിൽ ഇർസി സിവാഹ അൽബത്ത, ലാ ഫർള ഒരോഹരിയുമില്ല, ഫിൽ ഇർസി ഈ അനന്തരാവകാശ നിയമത്തിൽ ഒരോഹരിയുമില്ല, സിവാഹ ഐ സിവ ഹാദിഹി സിത്ത ഈ 6 അല്ലാത്ത വേറൊരോഹരി ഇല്ല. അൽബത്ത ഒരിക്കലും, ഐ ഖത്അൻ ഒരിക്കലും ഈ 6 അല്ലാത്ത വേറൊരു ഓഹരി ഇല്ല. ഇത് മുജ്മഉൻ അലൈഹി ആയ ഇതാണ്, ഖുർആനിൽ വന്ന 6 ഓഹരിയാണ്. പക്ഷെ അടുത്തൊരു 7ാമത്തെ ഒരു ഓഹരി ഇജ്തിഹാദിലൂടെ വന്നിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദിലൂടെ ഉണ്ടായ ഒരു ഓഹരിയാണ് സുലുസുൽ ബാഖി. പഠിച്ചിട്ടുണ്ടാവും സുലുസുൽ ബാഖി. ആ സുലുസുൽ ബാഖി എന്ന ഓഹരി ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. അത് ഉമർ അള്ളാഹിൻ്റെ ഇജ്തിഹാദിലൂടെ ഉണ്ടായ ഒരു ഓഹരിയാണ്. അപ്പം ഖുർആനിൽ വന്ന ഓഹരി ഈ 6. 7ാമത്തെ ഒരു ഓഹരി ഇജ്തിഹാദിലൂടെ വന്ന ഒരു ഓഹരിയാണ് സുലുസുൽ ബാഖി. പക്ഷെ അതിന് പ്രത്യേക ഒരു ബാബന്നെ ഉണ്ട്. സുലുസുൽ ബാഖി എപ്പോഴാണ് ഉണ്ടാവുക? ഉമ്മാക്ക് കിട്ടുന്ന ഓഹരിയാണ് സുലുസുൽ ബാഖി. അപ്പം ഖുർആനിൽ പറയപ്പെട്ട ഈ 6 ഓഹരി, ഇതല്ലാത്തൊരു ഓഹരി ഖുർആനിൽ പറയപ്പെട്ടിട്ടില്ല. ഏതൊക്കെയാണ്? നിസ്ഫുൻ, 1ാമത്തെ ഓഹരി നിസ്ഫുൻ. നിസ്ഫ് എന്ന് പറഞ്ഞാൽ 2/1, നേരെ പകുതി. 2 വറുബുഉൻ, 4/1. സുമ്മ നിസ്ഫുർ റുബുഇ, 3ാമത്തേതാണ് നിസ്ഫുർ റുബു, റുബുഇൻ്റെ നേരെ പകുതി. അതെത്രയാ? സുമുനുൻ, 8/1. 4/1 നേരെ പകുതി 8/1, സുമുനുൻ. നിസ്ഫ്, റുബു, സുമുന്. നിസ്ഫ്
നിസ്ഫിൻ്റെ നിസ്ഫാണ് ഏത്? റുബുഇൻ്റെ നിസ്ഫാണ് സുമുന്. പണ്ഡിതന്മാർ അങ്ങനെ പറയാം, നിസ്ഫുൻ വനിസ്ഫുഹു വനിസ്ഫു നിസ്ഫിഹി. അങ്ങനെ കിതാബ് കാണാം, മുഖദ്ദിമ സലഫുകളുടെ കിതാബിൽ അങ്ങനെ കാണാം. ഓഹരി എന്ത് നിസ്ഫ് റുബ് സുമുൻ അങ്ങനെ പറയില്ല. അവരങ്ങനെ പറയാം നിസ്ഫുൻ വനിസ്ഫുഹു, ആ ഹൂ മടങ്ങുന്ന ആദ്യത്തെ നിസ്ഫിലേക്ക്, വനിസ്ഫു നിസ്ഫിഹി രണ്ടാമത്തെ നിസ്ഫിൻ്റെ നിസ്ഫ്, അങ്ങനെയാണ് പറയാത്. അപ്പം നിസ്ഫ് 2/1, റുബ് 4/1, സുമുന് 8/1, 3 വസ്സുലുസു നാലാമത്തേതാണ് എന്ത്? അസ്സലാമു അലൈക്കും. വസ്സുലുസു 3/1, വസ്സുദുസു 3/1 ലഅഫാണ്, ഇരട്ടി. അവിടെ ആദ്യത്തിൽ നിസ്ഫല്ല വന്നത്, ഇതെന്താണ്? ലഅഫ്. 3/1 ഇരട്ടിയാണ് എന്ത്? സുദുസ്. ബിനസ്സി ശർഇ, ബി വന്നാൽ ഫീനസ്സി ശർഇ അഥവാ ഖുർആനിലുള്ളത്. ബി എന്താണ്? ബിമഅന ഫി. 5 ആറാമത്തത് വസ്സുലുസാനി 3/2, വസ്സുലുസാനി വഹുമ അത്തമാമു, വഹുമ ഐ അസ്സുലുസാനി അതോടുകൂടി അത്തമാമു ഇത് പൂർത്തിയായിരിക്കുന്നു. ഈ 6 ഓഹരികൾ പൂർത്തിയായിരിക്കുന്നു. ഇതാണ് 6 ഓഹരികൾ: നിസ്ഫ്, റുബ്, സുമുന്, സുലുസ്, സുദുസ്, സുലുസാനി. ഫഹ്ഫദ് ഫകുല്ലു ഹാഫിളിൻ ഇമാമു. ഇൽമുൽ ഫറായിദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഇൽമ് എന്താണ്? ഹിഫ്ളാണ്. ഹിഫ്ളുള്ളവർക്ക് ആ ഇൽമിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതാണ് ഫഹ്ഫദ്, നീ ഹിഫ്ളാക്കുക. ഫകുല്ലു ഹാഫിളിൻ ഇമാമു, എല്ലാ ഹാഫിദീങ്ങളും ഇമാമിൻ്റെ ദർജയിലേക്ക് എത്തിയിട്ടുണ്ട്. അൽ ഇൽമു ബിൽ ഹിഫ്ള്, ഇൽമ് എന്താണ്? ഹിഫ്ളാണ്, പഠിക്കുക. അത് മാത്രമേ ബാക്കിയാവുള്ളൂ. എഴുതി വെച്ചത് ആ കിതാബ് നഷ്ടപ്പെടുന്നവരെ ഉണ്ടാവും, കിതാബ് നഷ്ടപ്പെട്ട കഴിഞ്ഞു. ഇതാണ് ഖുർആനിൽ പറയപ്പെട്ട ഓഹരികൾ. എത്ര? 6. ആ ഓഹരി എടുക്കുന്ന ആൾക്കാരെ നമ്മൾ 4 തരംതിരിച്ചു. 1 അഹ്ലുൽ ഫുറൂദ്, നിശ്ചിത ഓഹരി മാത്രമുള്ള ആൾക്കാർ. 2 അഹ്ലുൽ അസബ, അസബക്കാർ മാത്രമായിട്ട് വരുന്നവർ. 3ാമത്തത് അസബയും ആകും, അതുപോലെ തന്നെ ഫർളും ആവും. 4ാമത്തത് അസബയാവും, ഫർളാവും, 2 ഒന്നിച്ചും ആവും. അങ്ങനെ 4 വിഭാഗം ആൾക്കാർ. അതാണ് ആ ഒരു ബാബിൽ പഠിക്കേണ്ടത്. അടുത്തത് ഇനി പറയുന്നത് ഓരോ ഓഹരിക്കാരും അവർക്ക് എപ്പോഴാണ് ആ ഓഹരി കിട്ടുക. ആദ്യം പറയുന്നത് നിസ്ഫ്, ബാബു അസ്ഹാബിൻ നിസ്ഫ്, നിസ്ഫ് എന്ന ഓഹരി കിട്ടുന്നവർ. ഖാല الناظم رحمه الله والنصف فرض 5 أفراد الزوج والأنثى من الأولاد وبنت الابن عند فقد البنت والأخت في مذهب كل مفتي وبعدها الأخت التي من الأب عند انفرادهن عن معصب. അപ്പം നിസ്ഫ് എന്ന ഓഹരി കിട്ടുന്ന ആൾക്കാർ. രണ്ടാമത്തത് അവർക്ക് എപ്പോഴാണ് ഈ നിസ്ഫ് എന്ന ഓഹരിക്ക് അവർ അർഹരാകുന്നത്. ഈ 2 കാര്യങ്ങളാണ് ഈ 3 വരി ബൈത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വൻ നിസ്ഫു, നിസ്ഫ് എന്ന ഓഹരി, 2/1 എന്നൊരു ഓഹരി, ഫർദു 5 അഫ്രാദി 5 വ്യക്തികളുടെ ഓഹരിയാണ്. 5 വ്യക്തികളുടെ ഓഹരിയാണ്. ആ ഒരു വാക്ക് നമുക്ക് എന്ത് കിട്ടി? നിസ്ഫിന് അവകാശികൾ എത്ര ആളാണ്? 5 ആൾക്കാർ. അഫ്രാദി, ഫർദ്, ഫർദ് എന്ന് പറഞ്ഞത് അർത്ഥം ഒരു വ്യക്തി. ഇവിടെ നാദിം റഹിമഹുല്ല അഷ്ഖാസ് എന്ന് പറയുന്നതിന് പകരം അഫ്രാദ് എന്നാണ് പറഞ്ഞത്. അതൊരു ഷർത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അഫ്രാദ് എന്ന് പറഞ്ഞത് ഒരു ഷർത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് നമുക്ക് അവസാനം വിശദീകരിക്കാം. അപ്പോൾ 5 വ്യക്തികൾക്കാണ് നിസ്ഫ് എന്ന ഓഹരി കിട്ടുക. ആരൊക്കെയാണ്? 1 അസ്സൗജു, ഭർത്താവ്, വൽ ഉൻസാ മിനൽ ഔലാദി, മക്കളിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് അഥവാ പെൺമക്കൾക്ക്, വൽ ഉൻസാ മിനൽ ഔലാദി, മക്കളിൽ നിന്ന് പെൺമക്കൾക്ക്. 3
വബിൻതുൽ ഇബ്നി, വബിൻതുൽ ഇബ്നി മകൻ്റെ മകള്, മകൻ്റെ മകള്. ഇൻദ ഫഖ്ദിൽ ബിൻതി പെൺമക്കളില്ലാത്ത സാഹചര്യത്തിൽ, ഇൻദ ഫഖ്ദിൽ ബിൻതി പെൺമക്കളില്ലാത്ത സാഹചര്യത്തിൽ. നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. നാലാമത്തത് വൽ ഉഖ്തു സഹോദരിമാർ അഥവാ ഷഖീഖത്ത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരി. അവിടെ ഉഖ്ത്ത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിശദീകരണം എന്താണ്? ഷഖീഖത്തുൻ. ആ ഉഖ്ത്തിനെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഷഖീഖത്തുൻ എന്ന് മനസ്സിലാക്കണം. ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരി. വൽ ഉഖ്തു ഷഖീഖത്ത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരി. ഫി മദ്ഹബി കുല്ലി മുഫ്തി എല്ലാ മുഫ്തിമാരുടെയും മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ. അതൊരു ബൈത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞ വാക്കാണ്. വബഅദഹ ഹാ മടങ്ങുന്നത് ഉഖ്തുൻ ഷഖീഖയിലേക്ക്. മുമ്പ് പറഞ്ഞ ഉഖ്തില്ലേ അതിലേക്കാണ് ഹാ മടങ്ങുന്നത്. വബഅദഹ ഐ വബഅദ മൗതി അല്ലെങ്കിൽ ബഅദ ഫഖ്ദി ഉഖ്തുൻ ഷഖീഖ ഇല്ലാത്ത അവസ്ഥയിൽ അൽ ഉഖ്തുല്ലതി മിനൽ അബി ഉപ്പയിലൂടെ ഉള്ള സഹോദരി അഥവാ ഉഖ്തുൻ ലി അബ് അഞ്ചാമത്തെ ആള്. ഇനി ഇവർക്ക് മുഴുവൻ എപ്പോഴാണ് കിട്ടുക? ഇൻദൻ ഫിറാദിഹിന്ന അൻ മുഅസ്സിബി മുഅസ്സിബീങ്ങളിൽ നിന്നും ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ. ഇൻദൻ ഫിറാദിഹിന്ന ഈ പറയപ്പെട്ട ആൾക്കാർ ഒറ്റപ്പെടുന്ന സമയത്ത് അൻ മുഅസ്സിബികളിൽ നിന്നും. വിശദീകരിക്കാം. അപ്പോൾ ഈ 3 ബൈത്തിൽ 5 ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. നിസ്ഫിൻ്റെ ഓഹരി കിട്ടുന്ന 5 ആൾക്കാർ. ഒന്ന് അസ്സൗജു ഭർത്താവ്. ഭർത്താവിന് നിസ്ഫ് എന്ന ഓഹരി കിട്ടാൻ ഒരു ഷർത്താണുള്ളത്, ഒരു നിബന്ധന. അധികോ ഭർത്താവിന് നിസ്ഫ് എന്ന ഓഹരി കിട്ടാൻ ഒരു നിബന്ധനയാണുള്ളത്. അത് ബൈത്തിൽ അദ്ദേഹം പറയുന്നില്ല. പക്ഷെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട് വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദു. വലക്കും നിങ്ങൾക്കുണ്ട് അഥവാ ലക്കും അടങ്ങുന്നത് വലി സൗജ് അല്ലെ വലി അസ്വാജ് ഭർത്താക്കന്മാർക്കുണ്ട്. നിസ്ഫു മാ തറക അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാർ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്നും നിങ്ങൾക്കുണ്ട് നേരെ പകുതി നിസ്ഫുണ്ട്. എപ്പം? ഇല്ലം യകുൻ ലഹുന്ന വലദുൻ ആ മരണപ്പെട്ട നിങ്ങളുടെ ഭാര്യക്ക് മക്കളില്ലെങ്കിൽ. അപ്പം മയ്യത്തിന് മക്കളില്ലെങ്കിൽ ഭർത്താവിന് നിസ്ഫ്. അതാണ് ഷർത്ത്. എപ്പോഴാണ് ഭർത്താവിന് നിസ്ഫ് കിട്ടുക? മരണപ്പെട്ട വ്യക്തി മയ്യത്തിന് മക്കളില്ലെങ്കിൽ. രണ്ട് വൽ ഉൻസാ മിനൽ ഔലാദി മക്കളിൽ നിന്നും പെൺമക്കളുടെ ഓഹരിയാണ് നിസ്ഫ് എന്നുള്ളത്. അതിന് ഷർത്ത് എന്തുള്ളത്? ഒന്നാമത്തെ ഷർത്ത് ഒറ്റക്കായിരിക്കണം, ഒരു മകൾ മാത്രമായിരിക്കണം. അതാണ് ഹംസത്തിൻ അഫ്രാദി എന്ന് പറഞ്ഞത്. ഫർദ് എന്ന് പറഞ്ഞാൽ ഒറ്റയല്ലേ. അപ്പോൾ ഈ അഫ്രാദി എന്ന് പറഞ്ഞാൽ ഈ 5 പറയപ്പെട്ട ആൾക്കാരും നിസ്ഫിൻ്റെ അഹലുകാരാകുന്നത് എപ്പോഴാണ്? ഒറ്റക്കാകുന്ന സമയത്താണ്. ഒരു മകൾ മാത്രം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. എന്താണ്? അൻ തകൂന വാഹിദത്തൻ അവളെന്തായിരിക്കണം? ഒറ്റക്കായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് അവളുടെ കൂടെ മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല. മുഅസ്സിബ് എന്ന് പറഞ്ഞാൽ അവളുടെ സഹോദരൻ, മയ്യത്തിൻ്റെ മകൻ. മയ്യത്തിൻ്റെ മകളുടെ സഹോദരൻ ആരാണ്? മയ്യത്തിൻ്റെ മകൻ. മയ്യത്തിൻ്റെ മകളെ സഹോദരൻ ആരാ? മയ്യത്തിൻ്റെ മകനല്ലേ? അല്ലേ? മയ്യത്തിൻ്റെ സഹോദരൻ, മയ്യത്തിൻ്റെ മകള്, ആ മകളുടെ സഹോദരൻ ആരാ? മയ്യത്തിൻ്റെ മകൻ. അപ്പം മയ്യത്തിന് എന്ത് ഉണ്ടാകാൻ പാടില്ല? മകൻ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? മയ്യത്തിന് മകൻ ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, ആ മകൾ ഒറ്റക്കായിരിക്കണം. 2, മയ്യത്തിന് മകൻ ഉണ്ടാകാൻ പാടില്ല.
അത് മറ്റൊരു മോൾ ഉണ്ടാകാൻ പാടില്ല, രണ്ടോ രണ്ടിൽ കൂടുതലോ പെമ്മക്കൾ ഉണ്ടാകാൻ പാടില്ല, ഒരു മകൾ മാത്രമായിരിക്കണം. രണ്ട് മയ്യത്തിന് അസബക്കാരൻ ഉണ്ടാകാൻ പാടില്ല, മയ്യത്തിന് ആ മക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണെന്ത് പെൺമക്കൾക്ക് കിട്ടാനുള്ള ഷർത്ത്. വൽ ഉൻസാ മിനൽ ഔലാദിക്ക് സ്വത്ത് കിട്ടാൻ 2 ഷർത്ത്. ഒന്നെന്ത് ചെയ്യണം? ഒറ്റക്കായിരിക്കണം. 2 കൂടെ സഹോദരൻ ഉണ്ടാകാൻ പാടില്ല, അഥവാ മയ്യത്തിന് മകൻ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ വിഭാഗം വബിൻതുൽ ഇബ്നി. വബിൻതുൽ ഇബ്നി ആൺമക്കളുടെ മകൾ, ആൺമക്കളുടെ മകൾ, ആ മക്കളുടെ മകൾ. ബിൻതുൽ ഇബിന് നിസ്ഫിൻ്റെ ഓഹരി കിട്ടാൻ ഷർത്ത് എന്താണ്? 3 ഷർത്താണ്. ഒന്നാമത്തെ ഷർത്ത് ഹംസത്തിൻ അഫ്രാദി എന്ന വാക്ക് നമുക്കൊരു ഷർത്ത് എടുക്കാം. എന്തായാലും ഒറ്റക്കായിരിക്കണം, ഒറ്റ മകളായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? ഇൻദ ഫഖ്ദിൽ ബിൻതി, മയ്യത്തിന് ബിൻത്ത് ഉണ്ടാകാൻ പാടില്ല. ഇൻദ ഫഖ്ദിൽ ബിൻതി, മയ്യത്തിന് ബിൻത്ത് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഹിഫ്ളാക്കി വെക്കണം. മയ്യത്തിൻ്റെ മകൻ്റെ മകൾക്ക് നിസ്ഫ് ഓഹരി കിട്ടാനുള്ള 3 ഷർത്ത്. ഒന്ന്, അവൾ ഒറ്റക്കായിരിക്കണം. അത് നമുക്ക് എവിടുന്ന ഷർത്ത് കിട്ടിയത്? ഹംസത്തിന് അഫ്രാദി എന്ന വാക്കെന്ന്. രണ്ടാമത്തെ ഷർത്ത് ഇൻദ ഫഖ്ദിൽ ബിൻതി, ബിൻത്തില്ലാത്ത സന്ദർഭത്തിൽ, അഥവാ മയ്യത്തിന് മകൾ ഇല്ലാത്ത സന്ദർഭത്തിൽ. മൂന്നാമത്തത് ഇൻദ ഇൻഫിറാദിഹിന്ന അൻ മുഅസ്സിബി, ആ വാക്കിന് മൂന്നാമത്തെ ഷർത്തും കിട്ടി. എന്തായിരിക്കണം? അവളുടെ കൂടെ മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, അവളുടെ സഹോദരൻ ഉണ്ടാകാൻ പാടില്ല, അഥവാ ഇബിനുൽ ഇബിന് ഉണ്ടാകാൻ പാടില്ല. 3 ഷർത്ത്. ഒന്ന് കിട്ടില്ല, ഇബിനുണ്ടാ പിന്നെ താഴോട്ട് കിട്ടിയില്ലല്ലോ. ഷർത്ത് എന്താണ്? ഒന്ന്, ഒറ്റക്കായിരിക്കണം ബിൻത്ത്. 2 ഫഖ്ദുൽ ബിൻതി, പെമ്മക്കൾ ഉണ്ടാകാൻ പാടില്ല. 3 അവൾ ഒറ്റക്കായിരിക്കണം, അവളുടെ കൂടെ ആരുണ്ടാകാൻ പാടില്ല? ഇബിനുൽ ഇബിന് ഉണ്ടാകാൻ പാടില്ല. 3 ഷർത്ത്. നാലാമത്തത് വൽ ഉഖ്തു ഫി മദ്ഹബി കുല്ലി മുഫ്തി. വൽ ഉഖ്തു ആരാണത്? ഷഖീഖത്ത്, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരി. ഈ ഉമ്മയും ഉപ്പത്ത സഹോദരിക്ക് നിസ്ഫൻ ഓഹരി കിട്ടാൻ 4 ഷർത്തുകളാണ്. ഒന്ന്, ഹംസത്തിന് അഫ്രാദി എന്ന് പറഞ്ഞില്ലേ, ഒറ്റക്കായിരിക്കണം, ഒറ്റ സഹോദരി മാത്രമായിരിക്കണം. 2, ബിൻത്ത് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ ബിൻതുൽ ഇബിനും ഉണ്ടാകാൻ പാടില്ല, അഥവാ മയ്യത്തിൻ്റെ ഫുറൂഅ് ഉണ്ടാകാൻ പാടില്ല. 2 ഷർത്തായില്ല. 3, എന്തായിരിക്കണം? മയ്യത്തിൻ്റെ ഉസൂൽ ഉണ്ടാകാൻ പാടില്ല. മയ്യത്തിൻ്റെ ഉസൂൽ ആരാ? മയ്യത്തിൻ്റെ ഉസൂൽ ആരാ? ഉപ്പ. മയ്യത്തിൻ്റെ ഉസൂലു ദുക്കൂർ, ആണുങ്ങളായ അസ്ലുകൾ മയ്യത്തിനുണ്ടാകാൻ പാടില്ല. മയ്യത്തിൻ്റെ അബ്, അതുപോലെ തന്നെ അബുൽ അബ്, ജദ് ഉണ്ടാകാൻ പാടില്ല. 3ാമത്തെ ഷർത്ത്. ഉണത്തിണ്ണം കിട്ടും. അപ്പോൾ മയ്യത്തിന് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, മയ്യത്തിന് ഉമ്മയുണ്ട്, ഒരു ഉഖ്തുൻ ഷഖീഖയുണ്ട്. ഉഖ്തുൻ ഷഖീഖ എത്ര കിട്ടും? നിസ്ഫ് കിട്ടും. മയ്യത്തിന് വാപ്പയുണ്ട്, ഉപ്പയുണ്ട്, ഉഖ്തുൻ ഷഖീഖയുണ്ട്. വാപ്പ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഉഖ്തുൻ ഷഖീഖക്ക് എന്ത് കിട്ടൂല? കിട്ടൂല. നമുക്ക് ബോർഡ് ഉണ്ടായെങ്കിൽ എഴുതായിരുന്നു. അപ്പം 4 ഷർത്ത്. ഉഖ്തുൻ ഷഖീഖക്ക് നിസ്ഫ് ഓഹരി കിട്ടാൻ 4 ഷർത്ത്. 1, ഒറ്റക്കായിരിക്കണം. 2, കൂടെ സഹോദരൻ ഉണ്ടാകാൻ പാടില്ല, ഷഖീഖ് ഉണ്ടാകാൻ പാടില്ല. 3, ബിൻതുൽ ഇബിന് ഉണ്ടാകാൻ പാടില്ല. 4, ഉസൂൽ ദുക്കൂർ ഉണ്ടാകാൻ പാടില്ല, മയ്യത്തിൻ്റെ ഉസൂൽ ദുക്കൂർ ഉണ്ടാകാൻ പാടില്ല. ഈ 4 ഷർത്താണ് ഉഖ്തുൻ ഷഖീഖക്ക് നിസ്ഫ് ഓഹരി കിട്ടാനുള്ളത്. 5ാമത്തെ ആൾക്കാരാണ് വബഅദഹ അൽ ഉഖ്തുല്ലതി മിനൽ അബി, വാപ്പയൊത്ത സഹോദരി. ഇവർക്ക് 5 ഷർത്താണ്. വാപ്പയൊത്ത സഹോദരിക്ക്
സ്വത്ത് കിട്ടാൻ 5 ഷർത്ത്. നേരത്തെ പറയപ്പെട്ട 4 ഒറ്റക്കായിരിക്കണം, അതുപോലെ തന്നെ കൂടെ സഹോദരൻ ഉണ്ടാകാൻ പാടില്ല, ബിന്തുല്ലിബിന് ബിന്തുണ്ടാകാൻ പാടില്ല, ഉസൂൽ ദുക്ർ ഉണ്ടാകാൻ പാടില്ല, 5-മത്തൊന്ന് ഉഖ്തുൻ ഷഖീഖ ഉണ്ടാകാൻ പാടില്ല. 5 ഷർത്ത്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമേ ഉള്ളൂ, ഒരു മകളും ഒരു സഹോദരിയും. മകൾക്ക് എത്ര കിട്ടും? മരണപ്പെട്ടു, മകളും ഒരു സഹോദരിയും ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഷഖീഖത്ത്. അപ്പോൾ മകൾക്ക് എത്രയാ? ബിന്തിന് എത്രയാ? നിസ്ഫ്. കാരണം അവൾ ഒറ്റക്കാണ്, ഓളെ കൂടെ ആരില്ല, മുഅസ്സിബില്ല. ഉഖ്തുൻ ഷഖീഖക്കോ നിസ്ഫ് കിട്ടോ? ഇല്ല. കാരണം എന്താ? ബിന്തുണ്ട്. ബിന്തിൻ്റെ ഉഖ്തുൻ ഷഖീഖ് എന്തില്ല? നിസ്ഫില്ല. ബിന്തില്ലാതിരിക്കുക എന്നുള്ളത് ഉഖ്തുൻ ഷഖീഖ് നിസ്ഫ് കിട്ടാനുള്ള ഒരു കാരണമാണ്, ഷർത്താണ്. ഇതാണ് 5 ആൾക്കാർ അസ്ഹാബുൽ അന്നിസ്ഫ്, നിസ്ഫ് കിട്ടുന്ന ആൾക്കാർ. 1 സൗജ്, 2 ബിന്ത്, 3 ബിന്തുൽ ഇബിൻ, 4 ഉഖ്തുൻ ഷഖീഖ, 5 ഉഖ്തുൻ ലി അബ്. ഇതാണ് 5 ആൾക്കാർ. സൗജിന് നിസ്ഫ നോഹരി കിട്ടാൻ ഒരു ഷർത്ത്, എന്താണ്? മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല. ബിന്തിന് നിസ്ഫ് കിട്ടാൻ 2 ഷർത്ത്. ഒന്നെന്താണ്? ഒറ്റക്കായിരിക്കണം, 2 ആദമുൽ മുഅസ്സിബ്, മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, ഇബിൻ ഉണ്ടാകാൻ പാടില്ല. ബിന്തുൽ ഇബിന് നിസ്ഫ നോഹരി കിട്ടാൻ 3 ഷർത്ത്. 1 ഒറ്റക്കായിരിക്കണം, 2 ആദമുൽ മുഅസ്സിബ്, മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, 3 ബിന്ത് ഫഖ്ദുൽ ബിന്ത്, ബിന്ത് ഉണ്ടാകാൻ പാടില്ല. ഉഖ്തുൻ ഷഖീഖ 4 ഷർത്ത്. 1 ഒറ്റക്കായിരിക്കണം, 2 ബിന്ത് ഉണ്ടാകാൻ പാടില്ല, ബിന്തുൽ ഇബിൻ ഉണ്ടാകാൻ പാടില്ല, 3 ആദമുൽ മുഅസ്സിബ്, മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, 4 ഉസൂലു ദുക്കൂർ ഉണ്ടാകാൻ പാടില്ല, 5 ഉഖ്തുൻ ഷഖീഖ, ഉഖ്തുൽ ലി അബ്, ഉഖ്തുൽ ലി അബിന് സ്വത്ത് കിട്ടാൻ നിസ്ഫ നോഹരി കിട്ടാൻ 5 ഷർത്ത്. 1 ഒറ്റക്കായിരിക്കണം, 2 ആദമുൽ മുഅസ്സിബ്, മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, 3 ബിന്ത്, ബിന്തുൽ ഇബിൻ ഉണ്ടാകാൻ പാടില്ല, 4 ഉസൂലു ദുക്കൂർ ഉണ്ടാകാൻ പാടില്ല, 5 ഉഖ്തുൻ ഷഖീഖ ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ തന്നെ എന്ത് ചെയ്യണം? ഹിഫ്ലാക്കി വെക്കണം. ഇതാണ് അസ്ഹാബുൻ നിസ്ഫ്, നിസ്ഫ് എന്ന ഓഹരി കിട്ടുന്ന ആൾക്കാർ. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പറയാം, അപ്പോൾ തിരിയും. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് സൗജത്തുണ്ട്, സൗജത്ത്, ബിന്ത്, സൗജത്തും ബിന്തും അബും. ഒരാൾ മരണപ്പെട്ടപ്പോൾ സൗജത്തുണ്ട്, ഒരു ബിന്തുണ്ട്, അബുണ്ട്. അവിടെ ബിന്തിൻ്റെ ഓഹരി എത്രയാ? നിസ്ഫ്. കാരണം 2 ഷർത്തും പാലിക്കപ്പെട്ടു. ഒരു ബിന്ത് ഒറ്റക്കാണ്, അതുപോലെ തന്നെ എന്തില്ല, മയ്യത്തിന് ഇബിനില്ല. പിന്നൊന്ന് സൗജ് ബിന്തുൽ ഇബിന് അബ്, സൗജ് ബിന്തുൽ ഇബിന് അബ്. സൗജിന് എത്രയാ? നിസ്ഫ് കിട്ടോ? ബിന്തുണ്ടല്ലോ, മയ്യത്തിന് മക്കളുണ്ടല്ലോ, മരണപ്പെട്ട ഭാര്യയ്ക്ക് മക്കളുണ്ട്, അപ്പോൾ സൗജിന് എന്തില്ല? നിസ്ഫില്ല. പക്ഷെ ആ ബിന്തിന് എന്തുണ്ട്? ബിന്തുൽ ഇബിന് എന്ത് കിട്ടും? ബിന്തുൽ ഇബിന് നിസ്ഫ് കിട്ടും, അബ് വേറെ സ്ഥലം. ഇതാണ് അസ്ഹാബുൻ നിസ്ഫ്, നിസ്ഫ് നോഹരി കിട്ടുന്ന ആൾക്കാർ. പക്ഷെ നമുക്ക് റുബുവിൻ്റെയും കൂടി പറഞ്ഞ അവസാനം ദീർഘിപ്പിക്കുന്നില്ല, നല്ല മൊത്തം കൺഫ്യൂഷനാവും. അസ്ഹാബുർ റുബു, രണ്ടാമത്തെ ഓഹരി റുബു അല്ലേ? 1 നിസ്ഫ്, പിന്നെ റുബു. ഖാല الناظم رحمه الله والربع فرض الزوج إن كان معه من ولد الزوجة من قد منع وهو لكل زوجة أو أكثر مع عدم الأولاد فيما قدر وذكر أولاد البنين يعتمد حيث اعتمدنا القول في ذكر الولد. والربع, റുബുഅ് എന്ന ഓഹരി ഫർളു സൗജി, ഭർത്താവിൻ്റെ ഓഹരിയാണ്. റുബുഅ് എന്ന ഓഹരി ഭർത്താവിൻ്റെ ഓഹരിയാണ്. എപ്പോഴാണ് കിട്ടുക? ഇൻ കാന മഅഹു ഐ മഅ സൗജി, ഇൻ കാന മഅഹു ഭർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, മിൻ വലദി സൗജതി ഭർത്താവിൻ്റെ ഭാര്യയുടെ
മക്കളുണ്ടെങ്കിൽ, മിൻ വലദി സൗജത്തി ഭാര്യയുടെ മക്കളുണ്ടെങ്കിൽ. അവിടെ കുറച്ച് മസാല ഉണ്ട്. എന്താ വെച്ചാൽ വലത് എന്ന പദത്തിന് എന്തർത്ഥമുണ്ട്? മക്കൾ, അവിടെ തന്നെ മക്കളുടെ മക്കൾ എന്നർത്ഥമുണ്ട്. അതിൽ വലത് എന്ന പദത്തിന് മക്കൾ ബിന്താണെങ്കിലും ഇബിനാണെങ്കിലും ദക്കർ വ ഉൻസ, അതുപോലെ തന്നെ അവരുടെ മക്കളും അവരൊക്കെ വലത് എന്ന പദത്തിൽ എന്ത് ചെയ്തു? പെട്ടു. മിൻ വലദി ആദം എന്നല്ലേ, നമ്മളാരാണ്? മിൻ വലദി ആദം അല്ലേ. അപ്പോൾ ആ വലത് എന്ത് പെട്ടു? ദക്കർ, ഉൻസ, പിന്നെ ഫുള്ള് അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കളൊക്കെ ആ വലത് എന്ന പദത്തിൽ പെടും. അപ്പം മിൻ വലദി സൗജത്തി ഭാര്യയുടെ മക്കളിൽ നിന്ന്, അഥവാ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും, അവരുടെ അച്ഛൻ ആണിൻ്റെ പെണ്ണിൻ്റെ അല്ല, ആ മക്കളുടെ മക്കളാണെങ്കിലും അവരുടെ ആ മക്കളുടെ മക്കളാണെങ്കിലും അങ്ങനെ. പിന്നെ മിൻ സൗജത്തി എന്ന് പറഞ്ഞല്ലോ, ആ മരണപ്പെട്ട വ്യക്തി മയ്യത്ത്, ആ മയ്യത്തിൻ്റെ മക്കളാണ്. മയ്യത്തിന് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ ജീവിച്ചിരിക്കുന്ന ഭർത്താവിലൂടെ ഉള്ള മക്കളാകാം, അല്ലെങ്കിൽ വേറൊരു ഭർത്താവിലൂടെ മുമ്പുണ്ടായ മക്കളാകാം. എങ്ങനെയാണെങ്കിലും മയ്യത്തിൻ്റെ മക്കളാണ് നോക്കാം. ആ മയ്യത്ത് പ്രസവിച്ച മക്കൾ, അത് ഈ ജീവിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെതാണെങ്കിലും ശരി, വേറെ മുൻ ഭർത്താവിൻ്റെതാണെങ്കിലും ശരി. ഭർത്താവിന് എത്രയാണ്? ഈ ജീവിച്ചിരിക്കുന്ന ഭർത്താവിന് എത്രയായിരിക്കും ഓഹരി? റുബ്. ഇപ്പോൾ ഒരാൾ ഒരു കല്യാണം കഴിച്ചു, ഒരു പെണ്ണ്, ആ ഭർത്താവ് മരണപ്പെട്ടു, അതിലൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ഭർത്താവ് കല്യാണം കഴിച്ചു, മക്കളാകുന്നതിന് മുമ്പ് ആ ഭാര്യ മരിച്ചു. അപ്പം ഭാര്യയ്ക്ക് കുട്ടിയുണ്ട്. ആരാണ്? ആദ്യ ഭർത്താവിൽ നിന്നുള്ള കുട്ടിയുണ്ട്. അങ്ങനെയാണെങ്കിലും ശരി, എന്താണ്? ഈ ഭർത്താവിന് എത്ര കിട്ടും? റുബ്. മനസ്സിലായ? വറുബു ഫർലു സൗജി, റുബു എന്ന ഓഹരി ഭർത്താവിൻ്റെ ഓഹരിയാണ്. ഇൻകാന മഅഹു, ആ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, മിൻ വലദി സൗജതി ഭാര്യയുടെ മക്കളിൽ നിന്ന്, മൻ ഖദ് മനഅഹു ഈ ഭർത്താവിനെ തടയുന്നതായ, തടയുന്ന വെച്ചാൽ നിസ്ഫിൽ നിന്നും റുബുയിലേക്ക് തടയുക. മക്കളില്ലെങ്കിൽ എത്രയാ? നിസ്ഫ്. ആ നിസ്ഫിൽ നിന്നും ഈ ഭർത്താവിനെ എന്താക്കി? റുബുയിലേക്ക് മാറ്റി. കുറഞ്ഞില്ലേ? നിസ്ഫലധികം, അതിൻ്റെ നേരെ പകുതിയാണ് റുബു. ആ നിസ്ഫിൽ നിന്നും ഭർത്താവിനെ റുബുയിലേക്ക് എടുക്കുന്ന മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് എത്രയാണ്? റുബു. അപ്പം റുബു കിട്ടുന്ന ഒന്നാമത്തെ ആളാരാണ്? സൗജത്ത്. എപ്പോഴാണ് കിട്ടുക? സൗജത്തിന് മക്കൾ ഉണ്ടെങ്കിൽ. അപ്പോൾ സൗജൻ്റെ രണ്ട് ഓഹരി നമ്മൾ പഠിച്ചു, നിസ്ഫും റുബുവും. നിസ്ഫ് എപ്പോഴാണ്? മയ്യത്തിന് മക്കളില്ലെങ്കിൽ. റുബു മയ്യത്തിന് മക്കൾ ഉണ്ടെങ്കിൽ. ഇനി റുബുവിൻ്റെ രണ്ടാമത്തെ ഓഹരി വഹുവ ഐ അറുബു, ആ റുബു എന്ന ഓഹരി ലിക്കുല്ലി സൗജത്തിൻ ഓരോ ഭാര്യയ്ക്കുമുള്ളതാണ്. ഔ അക്തറ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടാവുമല്ലോ, ഒരു ഭാര്യയാണെങ്കിലും ഔ അക്തറ അതിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിലും അവരുടെ ഓഹരി എത്രയാണ്? റുബു. മഅ അദമിൽ ഔലാദി, മഅ അദമിൽ ഔലാദി മക്കളില്ലെങ്കിൽ. ഭാര്യയ്ക്ക് എപ്പോഴാണ് റുബു കിട്ടുക? മക്കളില്ലെങ്കിൽ. ആർക്ക് മക്കളില്ലെങ്കിൽ? മയ്യത്തിന്, ആ സൗജിന്. ആ സൗജിന് ഭർത്താവിന്, മരണപ്പെട്ട ഭർത്താവിന് മക്കളില്ലെങ്കിൽ ഭാര്യക്ക്, ജീവിച്ചിരിക്കുന്ന ഭാര്യക്ക് എത്രയാണ്? റുബു. ഫീമാ ഖുദ്ദിറ ഖുർആനിൽ നിശ്ചയിക്കപ്പെട്ടതുപോലെ, അഥവാ ഫീ കിതാബില്ലാഹി ഖുർആനിൽ നിശ്ചയിക്കപ്പെട്ടതുപോലെ. ഇപ്പോൾ രണ്ടാൾക്കാർ, ഭാര്യക്ക് എപ്പോഴാണ് റുബു കിട്ടുക? മരണപ്പെട്ട ഭർത്താവിന് മക്കളില്ലെങ്കിൽ. ഔലാദ് എന്ന പദം അത് അർത്ഥമാണ് വദിക്റു ഔലാദിൽ ബനീന യുഅ്തമദ്. ഇവിടെ ആൺമക്കളുടെ മക്കൾ, ആൺമക്കളുടെ മക്കളെ നമ്മൾ പരിഗണിക്കും. ഹൈസു ഇഅ്തമദ്നൽ ഖൗല ഫീ ദിക്രിൽ വലദ്. ഈ പദ്യത്തിൽ എവിടെയൊക്കെയാണോ വലത് എന്ന് പറയുന്നത് അവിടെ നിന്നും പരിഗണിക്കപ്പെടും. ആൺമക്കളുടെ മക്കളെയും പരിഗണിക്കും. വെറും ആ മയ്യത്തിൻ്റെ നേരിട്ട മക്കൾ മാത്രമല്ല, അവരുടെ പരമ്പരയെയും വലത് എന്ന പദത്തിൽ പരിഗണിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായില്ലേ? ഒരാൾ മരണപ്പെട്ടു, മരണപ്പെട്ട വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യയുണ്ട്, 4 വരെ പോകാം. 4 ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ മയ്യത്തിന് മക്കളില്ലെങ്കിൽ ഈ ഭാര്യമാരുടെ ഓഹരി എത്രയാണ്? റുബു. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, 4 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്, മക്കളില്ല, ഭാര്യൻ്റെ ഓഹരി റുബു. ആ റുബു എന്ത് ചെയ്യണം? ഈ 4 ആൾക്കാർ തുല്യമായിട്ട് ഓഹരി വെച്ചെടുക്കണം. ഓരോരുത്തർക്കും ഓരോ റുബു അല്ല. ഇപ്പോൾ 2 ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് റുബ്, രണ്ടാമത്തെ ഭാര്യയ്ക്ക് റുബ്, മൂന്നാമത്തിന് റുബ്, നാലാമത്തിന് റുബ്, അങ്ങനെയല്ല. മൊത്തം ഭാര്യമാരുടെ ഓഹരി റുബു.
ആ റുബുഇനെ എന്ത് ചെയ്യണം? അവർ തുല്യമായിട്ട് ഓഹരി വെച്ചെടുക്കണം. അതാണ് റുബുഇൻ്റെ ആൾക്കാർ. അപ്പോൾ അസ്ഹാബ് റുബു എന്ന ഓഹരി കിട്ടുന്നവർ 2 വിഭാഗം ആൾക്കാർ. ആരൊക്കെയാണ്? സൗജും സൗജത്തും. സൗജിന് എപ്പോഴാണ് ഓഹരി കിട്ടുക? റുബു എന്ന ഓഹരി മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ, അത് ഇവൻ്റെ മക്കളാണെങ്കിലും ശരി, വേറെ ആളുടെ മക്കളാണെങ്കിലും ശരി. ഭാര്യക്ക് സൗജത്തിന് റുബു എപ്പോഴാണ് കിട്ടുക? മയ്യത്തിന് മക്കൾ ഇല്ലെങ്കിൽ. ഇതാണ് ഇന്ന് നമ്മൾ വിശദീകരിച്ചത്. അഥവാ അസ്ഹാബു നിസ്ഫും അസ്ഹാബു റുബു. ആരൊക്കെയാണ് അസ്ഹാബുർ നിസ്ഫ്? 5 ആൾക്കാർ. അസ്ഹാബുർ റുബു 2 ആൾക്കാർ. അവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന നിബന്ധനകളും ഷർത്തുകളും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇതാണ് അസ്ല്. ഇൽമുൽ ഫറായിദിൻ്റെ അസ്ല് ഈ ഓഹരി പഠിക്കലാണ്. ഓരോരുത്തർക്കും ഇത്ര ഓഹരി ഉണ്ട്, അത് എപ്പോഴൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ് അസ്ല്. അതാണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഹിഫ്ദാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഉമ്മത്തിനെ പഠിപ്പിക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻ മദ്ഹബി വഅഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു. اسمع كلام محقق في قوله لا ينثني عنه ولا